ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ നമുക്ക് ഒരു ഉപമ കാണുന്നു. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. അവർ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും, അതിനെ വെട്ടിക്കളക. നമ്മുടെ ദൈവം നമ്മിൽ കൂടി ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത് എന്ന് അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാകും. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഗലീലക്കാരായ ചില ആളുകളെ പിലാത്തോസ് യാഗം കഴിച്ച് അവരുടെ ചോര ആ യാഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് കാണുന്നു. പിന്നെ ശീലോഹാമിലെ ഗോപുരം വീണ് 18 പേര് മരിച്ചുപോയി. അവർ എല്ലാവരും ഈ ജീവിച്ചിരിക്കുന്നവരെക്കാൾ പാപികളാണോ എന്ന് യേശുതമ്പുരാൻ ചോദിക്കുകയാണ്. അപ്പം അല്ലല്ല എന്നാണ് പറയുന്നത്. അവരെ പോലെ തന്നെ മാനസാന്തരപ്പെടാതെ ഇന്ന് ജീവിക്കുന്നു എന്ന് പറയുന്ന നാം ഓരോരുത്തരും മാനസാന്തരപ്പെടാതെ ജീവിക്കുന്നുവെങ്കിൽ അവർ നശിച്ചതുപോലെ, അവർ പട്ടുപോയതുപോലെ നാമും പട്ടുപോകേണ്ടി വരും എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിൽ എത്രത്തോളം മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാണോ നാം ഓരോരുത്തരും? നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്ത് ഫലമാണ് നാം കായ്ച്ചത്? ഇതൊക്കെയും നമ്മളെക്കുറിച്ചൊന്ന് ശോധന ചെയ്ത് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടാം. മനം തിരിഞ്ഞ് മനസ്സ് പുതുക്കി തിരികെ വന്ന് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.